എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? അപ്പം ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ സന്തോഷത്തോടൊരു കാര്യം പറഞ്ഞുതരാവേ. കഴിഞ്ഞ ദിവസം ഞാൻ ഷുഗർ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് കീഴാർനെല്ലി ഉപയോഗിച്ച് ഒരു മെഡിസിൻ പറഞ്ഞു തന്നായിരുന്നു. അപ്പം വിദേശത്തുള്ളവരും അപ്പം നമ്മുടെ നാട്ടിലുള്ളവരും ഒക്കെ വന്നിട്ടുണ്ട്, ചേച്ചി ഞങ്ങളുടെ നാട്ടിൽ കീഴാർനെല്ലി കിട്ടാനില്ല, അപ്പം വേറെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഷുഗർ കാരണം മടുത്ത് ഒരുപാട് മെഡിസിൻ കഴിച്ചെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുമളി ഏരിയയിലൊക്കെ ആണെങ്കിൽ അല്ലെ, അവിടെ തന്നെ അല്ല, ഈ ഏലം, കാപ്പി, കുരുമുളക്, തേയിലയൊക്കെ ഉള്ളിടത്ത് ഈ വിഷമൊക്കെ അടിക്കുന്നത് കാരണം അവിടെയൊന്നും ചെറിയ സസ്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അവിടുന്ന് ഒക്കെയുള്ള ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി അല്ലാതെ എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ ഇഞ്ചി ഉള്ളവർ കാണും, ഇഞ്ചി ഇല്ലാത്തവർ കാണും. അപ്പം ഇല്ലാത്തവർക്ക് എന്താ പറ്റുന്നത്? മാർക്കറ്റിൽ നിന്ന് മേടിയിലേ തരവുള്ളൂ. അപ്പം വീട്ടിലുള്ളത് തന്നെ എടുക്കണം. അപ്പം ഈ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ചെറിയ മുളയും കാര്യമുള്ളതൊക്കെ കാണുമല്ലോ, അത് നിങ്ങൾ ഉപയോഗിക്കാതെ എവിടെയെങ്കിലും ഒരു ചെടിച്ചട്ടിയിലോ അല്ലെ ഇത്തിരി മണ്ണുള്ളിടത്തോ കുഴിച്ചു വെച്ചാൽ നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെയുള്ള മരുന്നിനും ഒക്കെ എടുക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ നാടൻ ഇഞ്ചി നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എവിടെയെങ്കിലും വീട്ടിൽ കിട്ടാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മേടിച്ചോ, അതാണ് ഏറ്റവും നല്ലത്. ഞാൻ എളുപ്പം സിമ്പിളായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പം വിദേശത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ മാർക്കറ്റിൽ നിന്ന് മേടിയില്ലേ നടക്കുള്ളൂ ഇഞ്ചി. അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ മാർക്കറ്റിൽ നിന്ന് ഒരു 1/2 കിലോ ഇഞ്ചി മേടിച്ചോ. അപ്പോൾ ഇത് കുറേ ദിവസം എടുക്കാൻ പറ്റും. 1/2 കിലോ ഇഞ്ചി മേടിക്കുക, ഒരു 1/4 കിലോ ഉലുവ മേടിക്കുക, അതുപോലെ തന്നെ 1/4 കിലോ ഗ്രാമ്പൂ മേടിക്കുക. ഗ്രാമ്പൂ എല്ലാവർക്കും അറിയാലോ, ഗ്രാമ്പൂ മേടിക്കുക. ഒരു 1/4 കിലോ തന്നെ, അല്ലെങ്കിൽ ഒരു 100 ഗ്രാം ജീരകവും കൂടെ മേടിച്ചോളുക. ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പം എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഇഞ്ചിയുടെ തൊണ്ടെല്ലാം കളഞ്ഞിട്ട് ഒരു 100 ഗ്രാം നമ്മൾ തൊണ്ട് കളഞ്ഞ് നമ്മൾ വെള്ളത്തിലോട്ട് കഴുകിയിടുക. എന്ന് വെച്ചിട്ട് അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇടിച്ച് പിഴിഞ്ഞ്, ഒന്നെങ്കിൽ ഇടികല്ലുള്ളവർ ഇടിച്ച് പിഴിയുക, അതല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ടുണ്ടല്ലോ, ആ നീര് മുഴുവൻ എടുക്കുക കേട്ടോ. 15 ml നീര് വേണം. എന്ന് വെച്ചിട്ട് ഈ ചണ്ടി നമ്മൾ ഇടിച്ച് പിഴിഞ്ഞതിൻ്റെ ഇതുണ്ടല്ലോ അത് കളയേണ്ട, അത് നമുക്ക് കറിക്കകത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതല്ലേ ഉണങ്ങി വെച്ചാലും നമുക്ക് പിന്നെ ഒരാവശ്യത്തിന് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ ചണ്ടി അങ്ങനെ ചെയ്തോളുക. എന്ന് വെച്ചിട്ട് നമ്മൾ ഉലുവയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഉലുവ ഒരു 50 ഗ്രാം ഉലുവ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും പൊടിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒരു 100 ഗ്രാം ഉലുവ എടുക്കുക. അപ്പോൾ ഈ 100 ഗ്രാമിന് ഒരു 25 ഗ്രാം, 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, 50 ഗ്രാം ഒന്നും വേണ്ട കേട്ടോ മറ്റേ നമ്മുടെ ഗ്രാമ്പൂവ്. അപ്പം 25 ഗ്രാം ഗ്രാമ്പൂ, 25 എന്ന് പറയുമ്പോൾ ഒരു 10-15 ഗ്രാമ്പൂ, അല്ലെ ഒരു 10-20 ഗ്രാമ്പൂ എണ്ണി എടുത്തു. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ, ചെറിയ ടേബിൾ സ്പൂണിന് 2 സ്പൂൺ ജീരകം കൂടെ ഈ കൂടി ഇടുക. ആദ്യമേ ഉലുവ ഒന്ന് ചൂടായാൽ മതിയെ. പൊടി മേടിക്കരുത് കേട്ടോ, ഉലുവാപ്പൊടിയായിട്ട് കടയിൽ നിന്ന് മേടിക്കാൻ നിൽക്കല്ലേ, ഉലുവയായിട്ട് തന്നെ മേടിക്കണം. മേടിച്ചിട്ട് നമ്മൾ ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കുക. കരിഞ്ഞു പോകരുത്, ചുമന്ന് പോകരുത്, നന്നായിട്ട് ചൂടായാൽ മതി. ചൂടായിട്ട് മിക്സിയിലോട്ടിട്ട് കൂടത്തിൽ തന്നെ എന്ത് വേണം, ഈ ഗ്രാമ്പൂവും ജീരകവും കൂടി ഇടുക. ഇട്ടിട്ട് നല്ല ഭസ്മം പോലെ പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തിട്ട് ഒരു ടിന്നിലോട്ട് ഇട്ട് വെക്കുക. ഞാൻ ഇത് 15 ml ഇഞ്ചി നീര് വേണമെന്നല്ലേ പറഞ്ഞത്. ഈ 15 ml അളവ് പാത്രം ഇല്ലാത്തവർ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലേ, നമ്മുടെ ഈ ചായക്ക് പഞ്ചസാര ഇടുന്ന ഒരു മീഡിയം സ്പൂണാണല്ലോ പഞ്ചസാര എന്ന് വെച്ചാൽ ചായയിലിടുന്നത്, ആ സ്പൂണിനെ ഞാൻ അളന്ന് നോക്കിയതാണ്. ഒരു 4.5 സ്പൂൺ ഇഞ്ചി നീരെടുക്കുക. ഈ 4.5 സ്പൂൺ എടുക്കുമ്പോൾ തന്നെ 15 ml ഉണ്ട്. അതിലേക്ക് 1 സ്പൂണ് നമ്മൾ ഈ പൊടിച്ച് വെച്ചേക്കുന്ന പൊടിയുണ്ടല്ലോ, ഉലുവയും ഗ്രാമ്പൂവും ജീരകവും പൊടിച്ച് വെച്ചേക്കണം, ആ പൊടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. രാവിലെ എഴുന്നേറ്റ് വായും മുഖവും ഒക്കെ കഴുകിയിട്ട് വെറും വയറ്റിൽ ഇത് നമ്മൾ കഴിക്കുക. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷമേ പിന്നെ മറ്റു വെള്ളമോ ഭക്ഷണമോ ഒക്കെ കഴിക്കാവുള്ളൂ. നിങ്ങൾ ഈ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഷുഗർ എത്രയുണ്ടെന്നൊന്ന് നോക്കുക. എന്ന് വെച്ചും കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. അന്ന് തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കുടിക്കാനായിട്ട് ഉലുവ വെള്ളം തിളപ്പിച്ചിടുക. ഇപ്പം വീട്ടിലുള്ള മുതിർന്നവർ ഉൾപ്പെടെ കൊച്ചു കുട്ടികൾക്ക് വരെ ഈ ഉലുവ വെള്ളം നമുക്ക് ഏറ്റവും നല്ലതാണ്. ഇപ്പം പ്രായഭേദമന്യേ എല്ലാവർക്കും ഷുഗറുണ്ട്. അതുകൊണ്ട് ഉലുവ വെള്ളം കുടിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ. അന്നത്തേനുള്ള ഉലുവ വെള്ളം ഇടാവുള്ളൂ, അല്ലെങ്കിൽ ഉലുവ ഇഴുക്കൽ വരും. പിറ്റേ ദിവസത്തേനുള്ളത് പിറ്റേ ദിവസം തന്നെ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഉലുവ വെള്ളം നിങ്ങൾ കുടിവെള്ളത്തിന് പകരം ഉപയോഗിക്കുക. പിന്നെ ഒരു കാര്യം, നിങ്ങളിത് വൈകിട്ട് ഈ മെഡിസിൻ കഴിക്കേണ്ട, രാവിലെ ഒരു നേരം മാത്രം കഴിച്ചാൽ മതി. അതല്ല 300-ന് മുകളിലോട്ട് ഷുഗർ ഉള്ളവർ വൈകിട്ടത്തെ ഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം ഇതുപോലെ തന്നെ ഒരു 15 ml ഇഞ്ചി നീരിൽ ഇതുപോലെ ഒരു ടീസ്പൂൺ പൊടി ചേർത്ത് നിങ്ങൾ കഴിച്ചിട്ട് കിടക്കുക. വളരെ നല്ലതാണ് കേട്ടോ. എന്നിട്ട്
15 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഷുഗറൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം എത്രയുണ്ടെന്ന്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് എത്ര ഷുഗർ നിങ്ങൾക്ക് കുറഞ്ഞാലും ഉണ്ടല്ലോ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻ നിർത്തണ്ട. അപ്പോൾ ഷുഗറിൻ്റെ നോർമൽ കുറഞ്ഞ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ കാണുന്ന ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ ഷുഗറിൻ്റെ അളവ് കുറഞ്ഞ ഡോക്ടർക്ക് മനസ്സിലാവും. അപ്പം ഡോക്ടർ പറയും മെഡിസിൻ നിർത്തിക്കൂ, എന്നിട്ടേ നിർത്താവുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഈ മരുന്ന് കഴിച്ചെന്നും പറഞ്ഞ് നിർത്തിയേച്ചും കഴിഞ്ഞിട്ട് ചിലർക്ക് ഈ മരുന്ന് കഴിക്കുമ്പോഴും ഇത് ഷുഗർ ഒന്ന് കുറയാൻ കുറച്ച് താമസം വരും. ചിലർക്ക് 3 മാസം വരെയെങ്കിലും കഴിക്കേണ്ടി വരും കേട്ടോ. ചിലർക്ക് 2 മാസം കൊണ്ട് നോർമലാകും. ഈ 2 മാസം കൊണ്ടായാലും 3 മാസം കൊണ്ട് ആയാലും നോർമലായാൽ പോലും നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഈ രാവിലെ ഈ ഇഞ്ചി നീരിൽ ഈ ഉലുവാപ്പൊടി ചേർത്ത് കഴിക്കാൻ നിങ്ങൾ വിട്ടു പോകരുത്. വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് ഷുഗറിനെ എടുത്ത് മാറ്റിക്കളയാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഷുഗർ 300-ന് മേളിലുള്ളവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, ഷുഗറിൻ്റെ ആരംഭമുള്ളവരായിക്കോട്ടെ, അവർക്ക് പറ്റിയ ഒരു ഭക്ഷണക്രമം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ വൈകിട്ടത്തെ ഫുഡ് ഇങ്ങനെ തന്നെ കഴിക്കണം. വൈകിട്ട് കഴിക്കേണ്ട ഒരു ആഹാരം ഒരു 2 ടേബിൾ സ്പൂൺ ചെറുപയർ വെള്ളത്തിലിടുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മാത്രമേ ഉലുവയിടുക. 2 ടേബിൾ സ്പൂണ് നമ്മുടെ ഉണക്കലരി ഇടുക, അല്ലെങ്കിൽ നമ്മൾ പറയല് പൊടിയരിന്ന് അതിടുക. 2 സ്പൂണ് നമ്മുടെ സൂചി കോതമ്പ് അല്ലെങ്കിൽ നുറുക്ക കോതമ്പ് എന്ന് പറയും. ഇത്രയും സാധനം നമ്മൾ വെള്ളത്തിലിട്ട് അന്നേരം തന്നെ രാവിലെ തന്നെ ഇട്ടേക്കണം. നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളത്തിലോട്ട് ഇട്ടേക്കണം. എന്നിട്ട് ആ കൂട്ടത്തിൽ ഒരു ഞുള്ള് ജീരകം, അതായത് ചെറുജീരകം കൂടെ ഇട്ടേക്കണം. വൈകിട്ട് ഈ വെള്ളത്തിൽ ഇട്ടേക്കുന്ന ആ വെള്ളത്തിൽ തന്നെ വേണം നമ്മൾ കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നിങ്ങൾ വേവിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ഒരു വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വേണമെങ്കിൽ അതിൻ്റെ അളവനുസരിച്ച് നിങ്ങൾ ഇട്ടോണം കേട്ടോ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ 2 സ്പൂൺ അളവ് 2 പേരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. 2 സ്പൂൺ സൂചി കോതമ്പ്, 2 സ്പൂൺ ഉണക്കലരി, 2 സ്പൂൺ ചെറുപയറൊക്കെ ഇടാൻ പറഞ്ഞത് 2 പേരുടെ അളവാണ്. ഒരാൾക്കേ മതിയെങ്കിൽ എല്ലാം ഓരോ സ്പൂൺ ഈ പറഞ്ഞതിൻ്റെ നേർപകുതി നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ചിലപ്പം വെള്ളം കുറവ് മതിയുള്ളവർക്ക് കാണും. അപ്പോൾ അത് കട്ടിക്ക് തന്നെ കഴിക്കാം. അതല്ല ഇത്തിരി ലൂസിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ചെറുതായിട്ട് തിളപ്പിക്കുക. പിന്നെ വേണമെങ്കിലുണ്ടല്ലോ ഒരു ടേസ്റ്റിന് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ ശകലം തേങ്ങാപ്പാൽ വേണം പിഴിഞ്ഞൊഴിച്ചാൽ വളരെയധികം ടേസ്റ്റുള്ള ഒരു ആഹാരമാണ് കേട്ടോ. ഇതൊരു മരുന്നാണ്, അതായത് മരുന്ന് കഞ്ഞി എന്ന് തന്നെ പറയാം. ഇതിങ്ങനെ കഴിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതെന്നും വൈകിട്ട് കഴിച്ചാൽ ജീവിതത്തിൽ എന്നും ഷുഗർ നിങ്ങളെ വിട്ടുപോകും. ഇത് ഉറപ്പായ കാര്യമാണ്. നിങ്ങളിത് വലിയ കാശ് മുടക്കുള്ള കാര്യമൊന്നും അല്ലല്ലോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നവർ. അപ്പോൾ ഈ മരുന്ന് കഴിക്കുമ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഷുഗർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, തീരെ കുറയുന്നുണ്ടോ എന്ന്. എത്ര കുറഞ്ഞാലും ആഴ്ച 3 ദിവസം ഇത് കഴിക്കാനും നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അപ്പം പിന്നെ ഈ ഉലുവാവെള്ളം നിങ്ങൾ മസ്റ്റായിട്ടും കഴിച്ചോളുക. നിങ്ങളിത് വിട്ടുപോകാനായിട്ട് ഇരിക്കരുത്. അപ്പം വിദേശത്തുള്ളവർക്കായാലും നാട്ടിലുള്ളവർക്കായാലും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു മരുന്ന്. ഇഞ്ചി ഉലുവായും ഇതൊന്നും കിട്ടാത്ത ഒരു സ്ഥലവും ഇല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് സിമ്പിളല്ലേ. അപ്പം ഇനി കീഴാർനെല്ലി കിട്ടിയില്ലെന്നുള്ള വിഷമമൊക്കെ നിങ്ങൾക്ക് പോയില്ലേ. എൻ്റെ ചേച്ചിയുടെ ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾക്കത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 502 ഷുഗറായിരുന്നു ചേച്ചി കീഴാർനെല്ലി കഴിച്ച്. ചേച്ചിയുടേത് 300-ലോട്ട് വന്നു. ഇപ്പം ചേച്ചിയുടെ 130-ലോട്ട് എത്തി നിൽക്കുന്നത്. 130 കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴും പറഞ്ഞു 130 തന്നെ നിൽക്കാൻ വെച്ചാൽ. ഞാനിപ്പം 2 ദിവസമൊക്കെ കൂടുമ്പോഴൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന. ഇപ്പം ഞാനത് ആഴ്ച 2 ദിവസമേ കീഴാർനെല്ലി കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു മരുന്നാണ് ഷുഗറിന് കീഴാർനെല്ലി. അതില്ലാത്തവർക്ക് ഒന്നെങ്കിൽ അതിൽ ഒന്നുകൂടെ ടോപ്പിൽ നിൽക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കല്ല് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. ടാറ്റാ ബൈ ബൈ. ഓക്കേ.